ദൈവത്തിനു മുമ്പിൽ നിലവിളിക്കുന്നവരെ മനുഷ്യരുടെ മുമ്പിൽ കരയുവാൻ ദൈവം വിട്ടുകൊടുക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവരെ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുമടക്കുവാൻ ദൈവം ഇടയാക്കുകയില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിജാതീയ സ്ത്രീക്ക് നമ്മുടെ കർത്താവ് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മർക്കോസിൽ നിന്നാണ് മത്തായി സുവിശേഷൻ ഇതെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് വിജാതിയർ താമസിക്കുന്ന ടയർ സീദോൻ പ്രദേശത്താണ്. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന സാഹചര്യങ്ങളെ നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിരുന്നതായിട്ട് വേദോസിൽ കാണാം. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ അത്ഭുതത്തിൻ്റെ തുടർച്ചയാണ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. ഈ അത്ഭുതം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ തീഷ്ണത പകർന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. യാക്കോബ് 1:2 പറയുന്നു, വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ അതിന് സ്ഥിരത ലഭിക്കുന്നു എന്ന്. മാറ്റുരച്ച് നോക്കുന്ന വിശ്വാസ പരീക്ഷണം ഇവിടെ അരങ്ങേറുകയാണ്. യേശുക്രിസ്തു സർവ്വജനത്തിനുമുള്ള സദ്വാർത്തയാണെന്ന് തിരുവതാരത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. മാലാഖമാർ ആട്ടിടയെ അറിയിച്ചത് അതാണ്. സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കാസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു സകല ജനത്തിൻ്റെയും രക്ഷകനെങ്കിൽ കാനാൻകാരി സ്ത്രീക്കും അവൻ രക്ഷകനാണ്. പക്ഷേ കർത്താവ് എന്തുകൊണ്ടാണ് അവിടെ അപേക്ഷയ്ക്ക് നിഷേധാത്മകമായ ഒരു സമീപനം അവലംബിക്കുന്നത്? എല്ലായ്പ്പോഴും നമ്മളിത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തമ്പുരാന് ഉത്തരം നൽകുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രതീതി ഉണ്ടാകുമെങ്കിലും ദൈവം നമ്മുടെ പ്രാർത്ഥനകളൊന്നും പാഴായി പോകാൻ അനുവദിക്കുന്നില്ല. സക്രിയ എന്ന പുരോഹിതൻ്റെ പ്രാർത്ഥന എത്രയോ നാളുകൾ നീണ്ടു. ഒടുവിൽ അവൻ്റെ വാർദ്ധക്യത്തിലാണ് അവന് യോഹന്നാൻ സ്നാപകൻ എന്ന പുത്രൻ്റെ അപ്പനാകുവാൻ കഴിയുന്നത്. 1 പത്രോസ് 1:6 പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരീക്ഷകളുടെ മുമ്പിലേക്ക് നമ്മൾ വന്നു വരുമ്പോൾ നഷ്ടധൈര്യമായി മാറരുത്. മറിച്ച് എൻ്റെ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ തരുന്നവനല്ല എൻ്റെ സ്വർഗത്തിലെ അപ്പൻ, മുട്ട ചോദിച്ചാൽ തേളിനെ തരുന്നവനല്ല, എനിക്കായി എല്ലാം ഒരുക്കുന്ന ഒരു ദൈവം. സംഗീതത്തിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ തലമുറകളെപ്പറ്റി തന്നെ ചിന്തിക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് നിരാശരായിട്ടുള്ളത്? ആ സ്ത്രീയുടെ നിലവിളി മകളോടുള്ള സ്നേഹത്തിൻ്റെ ഉരുൾപൊട്ടലാണ്. അവളോട് സഹതാപം തോന്നി യേശുവിൻ്റെ അരികിൽ ശിഷ്യർ അപേക്ഷിക്കുകയാണ്. ആ സ്ത്രീ അവർക്ക് വേണ്ടിയല്ല, മകൾക്ക് വേണ്ടിയാണ് കരയുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നു. അവളുടെ വേദന ശിഷ്യരിലൂടെ ഒരു സമൂഹത്തിൻ്റെ വേദനയായിട്ട് മാറുകയാണ്. യേശുവിലുള്ള വിശ്വാസവും മകളോടുള്ള സ്നേഹവും സൗഖ്യം നേടാനുള്ള ആഗ്രഹവും ഇടപാകിയതാണ് അവളുടെ പ്രാർത്ഥന. അവളെ പരീക്ഷിക്കുവാനായി അവിടെ മുമ്പിൽ താനൊരു യഹൂദർക്ക് വേണ്ടി അയക്കപ്പെട്ടവനുമാണ്. തൻ്റെ നിലവിളികൾ പരിഗണിക്കപ്പെടുകയില്ലെന്നുള്ള രീതിയിൽ യേശുനാഥൻ പ്രതികരിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തി ശിഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ കർത്താവ് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ മക്കളുടെ അപ്പോഴത്തെ നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു അവരിൽ നിന്ന് ഒരു യഹൂദൻ മാത്രമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആദ്യം യഹൂദർക്കും പിന്നീട് വിജാതിയർക്കും ദൈവത്തിൻ്റെ സുവിശേഷം കൊടുക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ യഹൂദരുടെ ഒരു മിഷനിൽ കർത്താവ് ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുകയാണ്. വിജാതിയർക്കായിട്ടുള്ള മിഷൻ പിന്നീട് അത് തുടർന്നത് ശിഷ്യന്മാരിലൂടെയാണ്. അത് ശിഷ്യന്മാർക്കൊരു ബോധ്യം കൊടുക്കുന്ന ഒന്നായിട്ട് നമുക്കവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ ദൈവം തമ്പുരാൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് യഹൂദ മിഷനിലേക്ക് കേന്ദ്രീകരിച്ച കർത്താവ് അടുത്ത നിമിഷം ഇവളുടെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു തലം, വിശ്വാസം എങ്ങനെയെല്ലാം ഒരു വ്യക്തിയെ മാറ്റും, വിശ്വാസം എങ്ങനെയെല്ലാം ദൈവത്തിന് അഭിമതരാക്കി മാറ്റും എന്നതിനെപ്പറ്റിയൊക്കെയുള്ള വ്യക്തമായ ധാരണ നൽകുന്നതാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, ഒരു പിതാവ് തൻ്റെ മകനിൽ നിന്ന് പിശാചിനെ പുറത്താക്കുവാൻ ശിഷ്യന്മാർക്കാവതില്ലെന്ന് അരുളിയപ്പോൾ കർത്താവരുടെ വിശ്വാസമില്ലായ്മയെ ശകാരിക്കുന്നുണ്ട്. ഈ സ്ത്രീയാകട്ടെ വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് അപേക്ഷിക്കുന്നത്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്ന യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവിലൂടെയാണ് സർവ്വരും അനുഗ്രഹിക്കപ്പെടുന്നത്. ഇസ്രായേൽക്കാർക്ക് വേണ്ടി മാത്രമുള്ളവനാണ് താനെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പോകേണ്ടതാണ്. പക്ഷേ അവൾ പ്രണമിച്ച് സഹായത്തിനായി വീണ്ടും അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. പാവാവസ്ഥയിൽ ജീവിച്ചിരുന്ന വിജാതിയരെ അക്കാലത്ത് യഹൂദർ നായ്ക്കളെന്ന് വിളിച്ചു പോന്നിരുന്നു. അതായത് ഒരു മനുഷ്യന് ഉള്ള പരിഗണന പോലും നിഷേധിക്കപ്പെടുന്നൊരവസ്ഥയിലാണ് ഈ സ്ത്രീ ഇപ്പോൾ. പക്ഷേ അവൾ ആ ശാന്തത കൈവിടുന്നില്ല. അവളുടെ എളിമയുടെ നിറവ് നമ്മളവിടെ കാണുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും അഹംഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ തന്നെ
യേശുവിനെ ശകാരിച്ചിട്ട് കടന്നു പോകേണ്ടതാണ്. പക്ഷേ അവൾ എളിമയുടെ ഗരിമയിൽ നിന്നുകൊണ്ട് പറയുന്നു, നായ്ക്കളും യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം തിന്നുന്നുണ്ടല്ലോ, പാപിക്കും കൃപ നൽകണമേ കർത്താവേ എന്നുള്ളതാണ് ആ നിലവിളി. ദൈവകരുണയുടെ പൂട്ട് തുറക്കുന്നതായിരുന്നു അവരുടെ എളിമേറിയ പ്രാർത്ഥന. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എളിയവൻ നിലവിളിക്കുമ്പോൾ കർത്താവ് ഇത് കേൾക്കുന്നു എന്നുള്ളതാണ്. വിനീതൻ്റെ പ്രാർത്ഥന മേഘം തുളച്ചു കയറുന്നു എന്നുള്ളതാണ്. അവിടുന്ന് അരുളുന്നു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ വാക്കുകൾ ശ്രദ്ധേയമാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. മകളുടെ രോഗസൗഖ്യം മാത്രമല്ല കർത്താവ് ഏകിയത്, അവിടെ പരിധിയില്ലാത്ത വിശ്വാസത്തിന് അനുഗ്രഹം നൽകുകയാണ്. ആഗ്രഹിക്കുന്ന എന്തും സാധിക്കാനായിട്ട് വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ഉതകും എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നതിലൂടെയാണ്. നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ നമുക്ക് എപ്പോഴും ഹൃദയത്തിൽ ചേർത്ത് വെക്കേണ്ട ഒന്നാണ്. മകൾക്ക് വേണ്ടി കാനാൻകാരി പ്രാർത്ഥിച്ചപ്പോൾ ആ മകളുടെ വിശ്വാസം കണ്ടിട്ടല്ല, കാനാൻകാരിയുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി അവർക്കൊരുപക്ഷെ വിശ്വാസം ഉണ്ടാവണമെന്നില്ല. വൃദ്ധരായ മാതാപിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊന്നും അവർക്ക് അനുഗ്രഹമായിട്ട് ഭവിക്കാതെ പോവുകയില്ല. ആ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതയാത്ര എപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ദൈവകരുണയിൽ നമ്മൾ പ്രാർത്ഥനയിൽ ആടിയുലയാതെ, പ്രാർത്ഥനയിൽ നിന്നും ആടിയുലഞ്ഞ് വീണു പോകാതെ, മറിച്ച് പ്രാർത്ഥനയിൽ സ്ഥിരമായി നിവർന്നു നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ മഹത്വം തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇടയാകട്ടെ. ഗസ്സമനെ കർത്താവ് പറയുന്നുണ്ട്, പ്രാർത്ഥന ഉപവാസം കൊണ്ടല്ലാതെ പൈശാചിക ശക്തികൾ അകന്നു പോവുകയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊരിക്കൽ കൂടി ഓർത്തിരിക്കാം. 1 പത്രോസ് 5:6, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയും അവിടെ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ആമേൻ. നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്ന, എന്നും ജീവിക്കുന്ന ഒരു കർത്താവ് നമുക്ക് കൂട്ടായിട്ടുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.